ഹലോ സ്റ്റുഡൻസ്, ഈ വീഡിയോയിലും നമ്മളൊരു പ്രോഗ്രാമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഒരു നമ്പർ പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാമാണ് ഈ കാണിച്ചിരിക്കുന്ന പ്രോഗ്രാം തന്നെയാണ്. നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത പ്രോഗ്രാം എന്തെന്ന് വെച്ചാൽ, ഒരു നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്താൽ അതിന് റിവേഴ്സ് ചെയ്ത് ഔട്ട്പുട്ട് കാണിക്കും. അപ്പം ഇങ്ങനെ 2 3 4 5 എന്ന് ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ 5 4 3 2 എന്ന ആ നമ്പറിന് റിവേഴ്സ് ചെയ്ത് ഔട്ട്പുട്ട് വരുന്ന പ്രോഗ്രാമാണ് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടത്. അതേ പ്രോഗ്രാം തന്നെയാണ് ഈ കാണുന്ന പ്രോഗ്രാം. പാലിൻഡ്രോം ചെക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്ന സെയിം പ്രോഗ്രാം തന്നെയാണ്. എന്താണ് ഈ പാലിൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പലർക്കും അറിയാമായിരിക്കും. അറിഞ്ഞുകൂടാത്തവർ ശ്രദ്ധിക്കുക. ഈ പാലിൻഡ്രോം നമ്പർ എന്ന് പറഞ്ഞാൽ നേരെ എഴുതിയാലും റിവേഴ്സ് എഴുതിയാലും സെയിം നമ്പർ തന്നെയായിരിക്കും. അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോം നമ്പർ എന്ന് പറയുന്നത്. ഇപ്പോൾ 131 നേരെ 131 നേരെ എഴുതിയാലും 131 ആണ്, അതിനെ റിവേഴ്സ് ചെയ്ത് എഴുതിയാലും 131 ആണ്. അതുപോലെ തന്നെ 2442 എന്ന നമ്പർ, അത് സ്ട്രെയിറ്റ് എഴുതിയാലും റിവേഴ്സ് ഓർഡറിൽ എഴുതിയാലും സെയിം നമ്പർ തന്നെയാണ്. അതുപോലെ തന്നെ 72727 എന്ന നമ്പർ, അതും സ്ട്രെയിറ്റ് എഴുതിയാലും റിവേഴ്സ് ഓർഡറിൽ എഴുതിയാലും ഒരേ നമ്പർ തന്നെയാണ്. അപ്പം അങ്ങനത്തെ നമ്പേഴ്സ് നേരെ എഴുതിയാലും റിവേഴ്സ് ഓർഡറിൽ എഴുതിയാലും സെയിം നമ്പർ തന്നെ വരുന്ന അങ്ങനത്തെ നമ്പേഴ്സിനെയാണ് പാലിൻഡ്രോം നമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇപ്പം 3423 എന്ന നമ്പർ, അത് ഒരു പാലിൻഡ്രോം നമ്പർ അല്ല. കാരണം 3423 റിവേഴ്സ് ഓർഡറിൽ എഴുതിയാൽ 3243 എന്നായിരിക്കും വരുന്നത്. അപ്പോൾ അതൊരു പാലിൻഡ്രോം നമ്പർ അല്ല, സെയിം നമ്പർ അല്ല വരുന്നത്. അപ്പം നമ്മളൊരു നമ്പർ ഇൻപുട്ട് ചെയ്ത് കൊടുത്താൽ അത് പാലിൻഡ്രോം നമ്പർ ആണോ അല്ലയോ എന്ന് ഔട്ട്പുട്ട് തരുന്ന ഒരു പ്രോഗ്രാമാണ് നമുക്ക് വേണ്ടത്. ഇപ്പം പാലിൻഡ്രോം നമ്പർ ആണെങ്കിൽ ദ നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്ന ഔട്ട്പുട്ട് തരണം. അല്ലാത്ത നമ്പർ ആണെങ്കിൽ ദ നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന ഒരു ഔട്ട്പുട്ട് തരണം. അത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിനുള്ള പ്രോഗ്രാമാണ് നമ്മൾ എഴുതുന്നത്. ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നമ്മൾ തൊട്ട് മുന്നേ പഠിച്ച നമ്പറിന് റിവേഴ്സ് ഓർഡറിൽ എഴുതാനുള്ള ആ സെയിം പ്രോഗ്രാം തന്നെയാണ്. അതിൻ്റെ കൂടെ അഡീഷണലായിട്ട് 1-2 സ്റ്റേറ്റ്മെൻറ്റ്സും കൂടെ വരും. ആ സ്റ്റേറ്റ്മെൻറ്റ്സാണ് ഞാനിവിടെ റെഡ് കളറിൽ കൊടുത്തിട്ടുള്ളത്. ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്. 4 ഇൻറ്റീജർ വേരിയബിൾസ് എല്ലാം ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഞാനിവിടെ എന്നും കൂടെ ഡിക്ലെയർ ചെയ്യുന്നുണ്ട്. എന്നിൻ്റെ തന്നെ ആവശ്യമില്ല. കാരണം ഇവിടെ നമ്മളത് അത് ആവശ്യമുണ്ട്. കാരണം ഇവിടെ ചെക്ക് ചെയ്യുന്നുണ്ട്, റിവേഴ്സ് ഓർഡറിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആവശ്യമുണ്ട്. ഓക്കെ, അപ്പം അതെ സെറ്റ് ഓഫ് വേരിയബിൾസ് തന്നെയാണ് ഞാൻ ഡിക്ലെയർ ചെയ്യുന്നത്. എന്നിട്ട് എന്താണ് ഇൻഡിവിജ്വൽ എന്ന് ചോദിക്കുന്നു. അപ്പോൾ നമ്മൾ എൻ്റർ ചെയ്ത് ഇൻപുട്ട് ചെയ്യുന്ന കീബോർഡ് വഴി എൻ്റർ ചെയ്യുന്ന നമ്പർ നം എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നു. എന്നിട്ട് ആദ്യമേ തന്നെ എൻ എന്ന് പറയുന്ന വേരിയബിളോട്ട് അതിൻ്റെ ഒരു കോപ്പി എടുത്ത് വയ്ക്കുന്നു. നമുക്ക് ഇഫ് സ്റ്റേറ്റ്മെൻറ്റിൽ കണ്ടീഷനായിട്ട് ചെക്ക് ചെയ്യാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കോപ്പി എടുത്ത് വയ്ക്കുന്നു. എന്നിട്ട് വൈൽ ലൂപ്പിൻ്റെ അകത്ത് സെയിം സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെയാണ്. അതാണ് കാരണം റിവേഴ്സ് ഓർഡറിൽ എഴുതാനുള്ള ആ സെയിം സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നെയാണ് നമ്മൾ ഇവിടെ വൈൽ ലൂപ്പിൻ്റെ അകത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വൈൽ ലൂപ്പ് കൊടുത്ത് നമ്പറിനെ റിവേഴ്സ് ചെയ്യുന്നു. ഇൻപുട്ട് ചെയ്യുന്ന നമ്പറിനെ റിവേഴ്സ് ചെയ്യുന്നു ഈ വൈൽ ലൂപ്പ് ഉപയോഗിച്ച്. അങ്ങനെ റിവേഴ്സ് ചെയ്യുന്ന നമ്പർ REV എന്ന് പറയുന്ന വേരിയബിളിലോട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ഇഫ് കണ്ടീഷനോട് കൊടുത്തിട്ടുണ്ട്. ഇഫ് എന്ന് പറഞ്ഞിട്ട് കണ്ടീഷനായിട്ട് ബ്രാക്കറ്റിനകത്ത് കൊടുത്തിട്ടുള്ളത് n = REV എന്ന, അതായത് n എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവും REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂവും ഈക്വൽ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് കൊടുത്തിട്ടുള്ളത്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ഈ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ printf എന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ദ നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കണം. കാരണം n എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ഇൻപുട്ട് ചെയ്ത് കൊടുത്ത നമ്പറാണ് n എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്തിട്ടുള്ളത്. അതിനെ റിവേഴ്സ് ചെയ്ത ഓർഡറിൽ ഉള്ള നമ്പറാണ് REV എന്ന് പറയുന്ന വേരിയബിൾ സ്റ്റോർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും സെയിം ആണ് എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഈ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്. ഈ കണ്ടീഷൻ ഔട്ട്പുട്ട് ട്രൂ ആണ് എങ്കിൽ ദ നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്ന് ഔട്ട്പുട്ട് കാണിക്കുന്നു. അതേസമയം ഇത് രണ്ട് നമ്പർ ആണ് എങ്കിൽ എൽസ് എന്നും പറഞ്ഞ് printf എന്ന് പറഞ്ഞ മറ്റൊരു സ്റ്റേറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ദ നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്ന സംഭവം ആയിരിക്കും ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അത്രയേ ഉള്ളൂ. അപ്പം ഈ പ്രോഗ്രാം പാലിൻഡ്രോം ചെക്ക് ചെയ്യുന്ന പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പറയുന്ന കേൾക്കുമ്പം തോന്നും വളരെ വലിയ പുതിയ പ്രോഗ്രാമാണ് എന്നൊക്കെ തോന്നും. പക്ഷേ പാലിൻഡ്രോമിന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പഠിച്ച നമ്പറിന് റിവേഴ്സ് ചെയ്യാനായിട്ട് ഉപയോഗിച്ച സെയിം പ്രോഗ്രാം തന്നെയാണ്. അതിൻ്റെ കൂടെ അവസാനം ഇതിലാണെങ്കിൽ ആ നമ്പറിന് റിവേഴ്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ടെക്സ്റ്റാണ് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്നത്. പക്ഷേ പാലിൻഡ്രോം ചെക്ക് ചെയ്യുന്ന നമ്പറാണെങ്കിൽ ഇത് നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. പകരം അത് നമ്മൾ ഇൻപുട്ട് ചെയ്ത നമ്പറാണോ അല്ലയോ എന്ന് തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കും. ഈക്വൽ ആണോ അല്ലയോ എന്ന് കമ്പയർ ചെയ്ത് നോക്കി ഈക്വൽ ആണോ എങ്കിൽ ദ നമ്പർ ഈസ് എ പാലിൻഡ്രോം എന്ന ടെക്സ്റ്റ് ഡിസ്പ്ലേ ചെയ്യും. അതല്ല ഡിഫറൻ്റ് ആയിട്ടുള്ള നമ്പർ ആണെങ്കിൽ ദ നമ്പർ ഈസ് നോട്ട് എ പാലിൻഡ്രോം എന്നും ഔട്ട്പുട്ട് കാണിക്കും. അപ്പോൾ ഈ ഒരു ഇഫ് എൽസ് എന്ന സ്റ്റേറ്റ്മെൻറ്റ് മാത്രം അഡീഷണൽ ആയിട്ട് ഈ പ്രോഗ്രാമിൽ ആഡ് ആവുന്നുണ്ട്. വേറെ ഒരു ഡിഫറൻസും പ്രോഗ്രാമിലില്ല. അപ്പോൾ ഇതാണ് പാലിൻഡ്രോം ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ബേസിക്കലി നമ്മൾ ആദ്യം പഠിച്ച, അതായത് ഈ വൈൽ ലൂപ്പിൻ്റെ അകത്ത് ആദ്യം പഠിച്ച പ്രോഗ്രാമായ നമ്പേഴ്സിൻ്റെ ഡിജിറ്റ്സിൻ്റെ സമ്മ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള പ്രോഗ്രാം പഠിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സെയിം ലോജിക്ക് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൻ്റെ ആ സെയിം ഫോർമാറ്റ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ അതിൽ ഉപയോഗിച്ച സെയിം സ്റ്റേറ്റ്മെൻറ്റ്സിൽ ചെറിയ വേരിയേഷൻസ് വരുത്തി തന്നെ 4-5 പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനൊക്കും. നമ്മൾ ഇങ്ങനത്തെ ടോപ്പിക്കിലുള്ള മിക്ക ഇങ്ങനെയൊക്കെ തന്നെയാണ്. ബേസ് ആയിട്ട് ഒരു പ്രോഗ്രാം പഠിച്ചാൽ അതിനെ ബേസ് ചെയ്ത് തന്നെ വേറെ 3-4 ക്വസ്റ്റ്യൻസിലുള്ള പ്രോഗ്രാംസ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ചെറിയ മോഡിഫിക്കേഷൻസ് വരുത്തിയാൽ മതി. ഇതുകൂടാതെ ഇനിയും ഒരുപാട്
ഒരുപാട് പ്രോഗ്രാംസ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. അത് തന്നെ ഒരു 10 പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതിൽ തന്നെ 2 or 3 പ്രോഗ്രാംസ് പഠിച്ചാൽ മതി. ബാക്കിയുള്ള 7-8 പ്രോഗ്രാംസ് നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് പഠിക്കാൻ സാധിക്കും. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ടെക്സ്റ്റിലുള്ളത്. അപ്പോൾ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾ തന്നെ നോക്കുക. വൈൽ ഉപയോഗിച്ചും ഡു വൈൽ ഉപയോഗിച്ചും ഇനി പഠിക്കാൻ പോകുന്ന ഫോർ ലൂപ്പ് ഉപയോഗിച്ചൊക്കെ പ്രോഗ്രാംസ് ചെയ്യാനുണ്ട്. അതെല്ലാം സത്യം പറഞ്ഞാൽ ഓൾമോസ്റ്റ് സെയിം തന്നെ, ഒരുപാട് സ്റ്റേറ്റ്മെൻറ്റ് സിമിലർ ആയിട്ടുള്ള പ്രോഗ്രാംസ് തന്നെയാണ്. ഡിഫറൻ്റ് ആയിട്ട് ഒരു 1-2 സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ഡിഫറൻ്റ് ആയിട്ട് വരുന്നുള്ളൂ. അപ്പോൾ അത് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാലിൻഡ്രോം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനുള്ള പ്രോഗ്രാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ ഡു വൈൽ സ്റ്റാർട്ട് ചെയ്യാം. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.